ഹലോ എവ്രി വൺ, ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് വെൽ. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അമേരിക്കൻ ഡ്രാമയിലെ സെക്കൻഡ് ബ്ലോക്ക് ആയിട്ടുള്ള മ്യൂസിക്കൽ ആൻഡ് ഫാസ് എന്നുള്ള ആ ഒരു ഏരിയ ആണ്. സോ ഈ ഒരു ഏരിയയിൽ നമ്മൾ 7 പാർട്ടുകളായിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ മ്യൂസിക്കൽ ആൻഡ് ഫാർസ്, ആൻഡ് സെക്കൻഡ് വൺ വാട്ട് ഈസ് മ്യൂസിക്കൽ, then the elements of musical and the necessity of musical, then Royal Taylor's The Contrast as a Farce, then what is farce, then William Dean Howells self-sacrifice as a farce എന്നിങ്ങനെയുള്ള 7 ഏരിയാസാണ് നമുക്കിന്ന് കവർ ചെയ്യാനുള്ളത്. സോ ഫസ്റ്റ് സ്ലൈഡിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മ്യൂസിക്കൽ, വാട്ട് ഈസ് മ്യൂസിക്കൽ എന്നുള്ള ആ ഒരു ഏരിയ ആണ്. സോ നമുക്ക് ഫസ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. Musicals are subgenre of theatre using music, song and decorative visual to tell a story. Musicals have similarities with opera in style and presentation. Performing art require an artist, a medium and audience. For commercial art forms, a playing audience is essential to cover costs and make profit. In the postmodern era, art became a commercial product shaped by audience taste and popularity. Audience demands decided the development and direction of popular art. സോ എന്താണ് മ്യൂസിക്കൽസ്? മ്യൂസിക്കൽസ് എന്ന് പറയുന്നത് നമ്മൾ ഡ്രാമയെക്കുറിച്ച് ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം ഈ ഡ്രാമ പോലെയുള്ളൊരു വേറൊരു ബ്രാഞ്ചാണ് എന്ത്, മ്യൂസിക്കൽസ്. സോ ഇത് നാടകങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ കൂടുതലായിട്ടും ഒരുപാട് നാടകത്തേക്കാൾ കൂടുതലായിട്ട് നമ്മൾ ഈ സ്റ്റേജ് ഡെക്കറേഷൻസ് ആണെങ്കിലും ലൈറ്റുകളും മ്യൂസിക്കുകളൊക്കെ ഉപയോഗിച്ച് വളരെയധികം ഡെക്കറേറ്റീവായിട്ടാണ് ഈ ഒരു ആർട്ട് ഫോം ചെയ്യുന്നത്. ഇതൊരു സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡിലാണ് ഈ ഒരു ആർട്ട് ഫോം അവതരിപ്പിക്കുന്നത്. മാത്രമല്ല ഒരുപാട് ഫേമസ് ആയിട്ടുള്ള സോങ്ങുകൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ലൈറ്റ്സുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ സ്റ്റേജ് ഡെക്കറേഷന് വളരെയധികം ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള മെത്തേഡുകളിൽ പിന്നെ ഇങ്ങനെയുള്ള മെത്തേഡുകളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് ഓഡിയൻസിനെ വളരെയധികം അവരുടെ ഇമോഷണൽ കാര്യങ്ങളൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. സോ മാത്രമല്ല ഇത് നമുക്കൊരു കൊമേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു ആർട്ട് ഫോം ആണ് എന്നും കൂടെ പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഒരു ആർട്ട് ഫോം വഴി ആളുകൾ ഒരുപാട് പ്രോഫിറ്റുകൾ ഉണ്ടാക്കുന്നുണ്ട്. സോ അതുകൊണ്ടാണ് നമുക്കിതൊരു കൊമേഴ്ഷ്യൽ ആർട്ട് ഫോം ആണ് എന്ന് പറയാൻ പറ്റുന്നത്. സോ ഈ ഒരു പോസ്റ്റ് മോഡേൺ ഇറയിൽ ഈ ആർട്ട് ഫോമുകളൊക്കെ ഒരു കൊമേഴ്ഷ്യലായിട്ട് പ്രോഫിറ്റുകൾ ഉണ്ടാക്കാനുള്ള ഒരു മേഖലയായിട്ട് മാറുകയാണ്. സോ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ആർട്ട് ഫോമുകളിലൊക്കെ പിന്നെ ഈ ഓഡിയൻസിൻ്റെ ടേസ്റ്റുകളും ഓഡിയൻസിൻ്റെ ഇഷ്ടങ്ങളും കൺസിഡർ ചെയ്തിട്ട് ആ ഒരു രീതിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ആർട്ട് ഫോമുകളൊക്കെ അവതരിപ്പിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഓഡിയൻസ് ഇത് കാണാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റഡ് ആവുകയും അതിന് വേണ്ടിയിട്ട് അവർ എത്ര കോസ്റ്റ് വേണമെങ്കിലും ഈടാക്കുകയും ചെയ്യും. സോ അത് തന്നെ ഇത് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് വലിയൊരു രീതിയിലുള്ള പ്രോഫിറ്റ് ഏൺ ചെയ്യാനുള്ള ഒരു സോഴ്സും കൂടിയായിട്ട് മാറുകയാണ്. മ്യൂസിക്കൽ തിയേറ്റേഴ്സ് 3 ടൈപ്പായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ മ്യൂസിക്കൽ കോമഡി, ദെൻ മ്യൂസിക്കൽ പ്ലേസ് ആൻഡ് കോൺസെപ്റ്റ് മ്യൂസിക്കൽസ്. ദെൻ മ്യൂസിക്കൽ കോമഡി എന്ന് പറയുന്നത് ഇത് വളരെ ഓഡിയൻസിന് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫോമാണ്. ഒരുപാട് എൻ്റർടൈൻമെൻറ്റ്സ് അതുപോലെ തന്നെ ഹ്യൂമറുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓഡിയൻസിനെ വളരെയധികം ആകർഷിക്കുന്ന രീതിയിലുള്ള സോങ്ങുകൾ, അതുപോലെ തന്നെ സോങ്ങിൻ്റെ പാർട്ടായിട്ട് ഡാൻസ്, അങ്ങനെയുള്ള കലാരൂപങ്ങളൊക്കെ ഈ ഒരു ആർട്ട് ഫോമിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. സോ ഇത് 20th സെഞ്ച്വറിൻ്റെ ഫസ്റ്റിലും അതുപോലെ തന്നെ ലാസ്റ്റിലൊക്കെ ആയിട്ടാണ് ഇങ്ങനെയുള്ളൊരു ആർട്ട് ഫോം ക്രിയേറ്റ് ആയിട്ടുള്ളത്. സോ ഇങ്ങനെയുള്ള ആർട്ട് ഫോമിൻ്റെ ഒരു എക്സാമ്പിൾസ് ആണ് എനിത്തിങ് ഗോ, കിസ് മീ കാറ്റ്, ആനി ഗെറ്റ് യുവർ ഗൺ, ഗൈസ് ആൻഡ് ഡോൾസ്, ഹലോ ഡോളി. ഇതൊക്കെ ഈ ഒരു മ്യൂസിക്കൽ കോമഡി എന്നുള്ളൊരു ആർട്ട് ഫോമിൻ്റെ പാർട്ടായിട്ടുള്ള വർക്ക്സ് ആണ്. സോ ഈ ഒരു ആർട്ട് ഫോമിൻ്റെ നെയിമിൽ തന്നെ മ്യൂസിക്കൽ കോമഡി എന്നാണ്. ആ ഒരു നെയിമിൽ തന്നെ നമുക്ക് ഇതെന്താണ് എന്ന് നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ സാധിക്കും. സോ അതിൽ തന്നെ ഞാൻ പറഞ്ഞു കോമഡികൾ, അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ്സ്, ഡാൻസ്, മ്യൂസിക്സ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫോമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് മ്യൂസിക്കൽ പ്ലേസ് എന്നുള്ള മ്യൂസിക്കൽ കോമഡി എന്നുള്ള ആ ഒരു നെയിം വന്നിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മ്യൂസിക്കൽ പ്ലേസ് ആണ്. നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ള മ്യൂസിക്കൽ കോമഡി ആയിട്ട് വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള ആ ഒരു ഫോമാണ് മ്യൂസിക്കൽ പ്ലേസ് എന്ന് പറയുന്നത്. അപ്പോൾ മ്യൂസിക്കൽ കോമഡിയിൽ നമ്മൾ ഹ്യൂമർ, ഡാൻസ്, എൻ്റർടൈൻമെൻ്റ് ഒക്കെ ആണെങ്കിൽ ഇതിൽ ഫോക്കസ് ചെയ്യുന്നത് സീരിയസ് ആയിട്ടുള്ള സ്ട്രോങ് സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ്, സീരിയസ് ആയിട്ടുള്ള സബ്ജക്റ്റുകളൊക്കെ ഡീൽ ചെയ്യുന്ന ഒരു ആർട്ട് ഫോമാണ് മ്യൂസിക്കൽ പ്ലേസ് എന്ന് പറയുന്നത്. സോ ഇതിൽ എൻ്റർടൈൻമെൻറ്റ് കണ്ടൻറ്റ് എന്ന് പറയുന്നത് വളരെയധികം കുറവായിരിക്കും. പക്ഷെ അതിന് പകരം ഈ ഒരു സബ്ജക്റ്റിൽ
ഡെപ്തിലേക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീപ്പായിട്ടുള്ള സബ്ജക്റ്റിൻ്റെ ഡെപ്തിലേക്ക് പോകുന്ന രീതിയിൽ വളരെ ആഴത്തിലുള്ള ഒരു കോൺസെപ്റ്റ്, ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഇപ്പോൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആഴത്തിൽ ഡീപ്പായിട്ട് പോയിട്ട് അതിൻ്റെ കണ്ടൻറ്റുകൾ റൂട്ട്സിനെ കുറിച്ചിട്ട് ഉള്ള ഒരു ആവിഷ്കാരമൊക്കെയാണ് ഈ ഒരു പ്ലേയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്തരം ആർട്ട് ഫോമുകളുടെ ഒരു എക്സാമ്പിളാണ് ഷോ ബോട്ട്, അതുപോലെ റേഷ്യൽ ഇഷ്യൂസ്, അൺഇമോഷണൽ റൊമാൻറ്റിക് ട്രേറ്റ്സ് എന്നിങ്ങനെയുള്ള വർക്ക്സുകളൊക്കെ. ദെൻ ലേഡി ഇൻ ദി ഡാർക്ക്. സോ ഈ ഒരു ഫോം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് റിച്ചാർഡ് റോജേഴ്സ് ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്കുകളൊക്കെയാണ് ഫേമസ് വർക്കായിട്ടുള്ള ഒക്ലാമ എന്നുള്ള ആ ഒരു വർക്ക്. ദെൻ ക്രൂസൽ, സൗത്ത് പസഫിക്, ദി കിങ് ആൻഡ് ഐ കമ്പയർ. സോ ഇത്തരം വർക്കുകളിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീമുകൾ വരുന്നത് സൈക്കോളജി, സോഷ്യൽ ഇഷ്യൂസ് ആൻഡ് അതുപോലെ തന്നെ റിഫ്ലക്റ്റ് റിയൽ സൊസൈറ്റി എന്നിങ്ങനെയുള്ള തീംസൊക്കെയാണ് ഈ ഒരു ഏരിയയിൽ തീംസായിട്ട് വരുന്നത്. അതുപോലെ തന്നെ മനുഷ്യൻ്റെ മനഃശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ ഇഷ്യൂസ് എങ്ങനെയാണ് ഒരു റിയൽ സൊസൈറ്റീനെ എഫക്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടാണ് മ്യൂസിക്കൽ പ്ലേയിലുള്ള വർക്കുകളുടെ തീംസ് വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് കോൺസെപ്റ്റ് മ്യൂസിക്കൽസ് ആണ്. ഈ ഒരു കോൺസെപ്റ്റ് മ്യൂസിക്കൽ എന്നുള്ള ആ ഒരു വേർഡ് കമ്പനി എന്ന ഒരു നാടകത്തിലൂടെയാണ് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ഒരു പ്ലേയിൽ കൂടുതലായി ഒരു പ്രത്യേക കോൺസെപ്റ്റിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഒരു പ്ലേ ഉണ്ടാകുന്നത്. ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം സെലക്ട് ചെയ്തിട്ട് ആ ഒരു വിഷയത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഈ ഒരു പ്ലേ ഉണ്ടാകുന്നത്. ആ ഒരു തീമിൻ്റെ ആ ഒരു വിഷയത്തിൻ്റെ കോൺസെപ്റ്റ് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു വർക്ക് ഈ ഒരു ടേം ഫോക്കസ് ചെയ്യുന്നത്. അത്തരം വർക്കുകളുടെ എക്സാമ്പിൾസ് ആണ് അസാസിൻസ് ഇൻ 1990-ലുള്ളത്, പിന്നെ അവന്യൂ എന്നുള്ളത് 2003-ലുള്ള വർക്കുകൾ. ദെൻ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ മ്യൂസിക്കൽ തിയേറ്റർ ഈസ് ഡിഫറെൻറ്റ് ഫ്രം അതർ സബ്ജക്റ്റ്. മ്യൂസിക്കൽ തിയേറ്ററുകൾ മറ്റ് സബ്ജക്റ്റുകളിൽ നിന്നൊക്കെ എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത് എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് മ്യൂസിക്കൽ തിയേറ്റേഴ്സും ഒപ്പേറ തിയേറ്റേഴ്സും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മളിതിൽ പറയുന്നത്. മ്യൂസിക്കൽസ് എന്ന് പറയുന്നത് കോൺവെർസേഷൻസ്, ക്യാരക്ടേഴ്സ് തമ്മിലുള്ള കോൺവെർസേഷനും അതുപോലെ തന്നെ മ്യൂസിക്കും കൂടി ബ്ലെൻഡഡ് ആയിട്ടുള്ള ഒരു കലാരൂപമാണ്. എന്നാൽ ഒപ്പേരയിൽ കൂടുതലായിട്ട് മ്യൂസിക്സ്, അതായത് പാട്ടുകൾ മാത്രമേ ഉണ്ടാകാറുള്ളൂ, സംഭാഷണങ്ങൾ ഒപ്പേരയിൽ ഉണ്ടാവില്ല. എന്നാൽ മ്യൂസിക്കൽസിൽ സംഭാഷണവും മ്യൂസിക്കും രണ്ടും കൂടെ ബ്ലെൻഡ് ആയിട്ടാണ് ഉണ്ടാകുന്നത്. അതാണ് ഒരു ഡിഫറൻസ്. മറ്റൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ മ്യൂസിക്കൽസിൻ്റെ കോൺസെപ്റ്റ് കുറച്ചും കൂടെ ലളിതമായിട്ട് സിമ്പിളായിട്ടുള്ളതാണ്. മാത്രമല്ല അതിൽ കൂടുതലായിട്ട് ഹ്യൂമർ, അതുപോലെ തന്നെ കോമിക് എലമെൻറ്റ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ഡയറക്ടർ, കൊറിയോഗ്രാഫർ എന്നിങ്ങനെയുള്ള ആളുകൾ ഇതിൻ്റെ ഈ ഒരു മ്യൂസിക്കൽസിൻ്റെ കോമിക്സ് എലമെൻറ്റ്, ഹ്യൂമർ, അതുപോലെ തന്നെ ടെക്നിക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യുകയും അതവർ എഴുതുകയും ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഇത്തരം ഒരു അതോറിറ്റീസിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാവും. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ മ്യൂസിക്കൽസിനെ ഒപ്പേരയിൽ നിന്നും ഡിഫറെൻ്റ് ആക്കിയിട്ട് നിർത്തുന്നത്. ലെറ്റ്സ് ഗോ ത്രൂ ദി സ്ട്രക്ചർ ഓഫ് മ്യൂസിക്കൽ. ഇപ്പം നമ്മളൊക്കെ മ്യൂസിക്സ് കേൾക്കുന്ന ആൾക്കാരാണ് അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു നല്ല ഫേമസ് ആയിട്ടുള്ളൊരു മ്യൂസിക്, വളരെയധികം ആളുകൾക്ക് ഇഷ്ടമുള്ള ഒരു മ്യൂസിക് എന്നുള്ളത് ആ ഒരു മ്യൂസിക് ഇറങ്ങുന്ന ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ മാത്രമല്ല അത് ജനങ്ങളിലേക്ക് എത്തിക്കുക. കുറേ വർഷങ്ങൾ കഴിഞ്ഞാലും ആ ഒരു നല്ല മ്യൂസിക് ആണെങ്കിൽ, ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ക്രിയേറ്റീവായിട്ടുള്ളൊരു മ്യൂസിക് ആണെങ്കിൽ അത് വളരെയധികം വർഷങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലും അത് ആളുകളുടെ ഇടയിൽ പോപ്പുലർ ആയിട്ടുണ്ടാവും. മാത്രമല്ല ഇത് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾക്ക്, കാരണം ഈ ഒരു മ്യൂസിക്കൽസ് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഇത് സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു ബെനിഫിറ്റുകളും നല്ല പ്രോഫിറ്റുകളും ലഭിക്കുകയും ചെയ്യും. സോ നമ്മൾ എല്ലാ ഒരു മ്യൂസിക്കൽസ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും, അതായത് ക്യാരക്ടർ ഗോൾസ്, ഒബ്സ്റ്റക്കിൾസ്, അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്താൽ മാത്രമേ നമ്മളൊരു മ്യൂസിക്കൽ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് എഫക്റ്റീവായിട്ട് ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ജേർണി ഓഫ് ദി ഗ്രോത്ത് എന്നുള്ളൊരു വർക്കിൽ എങ്ങനെയാണ് ആ ഒരു സോങ്ങും അതുപോലെ തന്നെ ആ ഒരു ക്യാരക്ടറുടെ വളർച്ചയും എങ്ങനെയാണ് മുൻപോട്ട് പോകുന്നത് എന്നുള്ളത് ആ ഒരു വർക്കിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. സോ ഇപ്പം നമുക്കൊരു ഒരു വർക്ക് സ്റ്റേജിൽ എത്തുക എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ പിന്നിൽ ഒരുപാട് ആളുകളുടെ സ്ട്രഗിളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഇപ്പോൾ ഒരു നാടകം, ഒരു ഡ്രാമ ഇപ്പോൾ ഒരു സ്റ്റേജിൽ കയറുകയാണെങ്കിൽ ആ സമയത്ത് ആ ഒരു സ്ക്രിപ്റ്റ് എഴുതണം, അത് ഡയറക്റ്റ് ചെയ്യണം, കമ്പോസ് ചെയ്യണം, അതുപോലെ തന്നെ അതിൽ ആക്ടേഴ്സ് അഭിനയിക്കണം, അത് റിഹേഴ്സൽ ചെയ്യണം എന്നിങ്ങനെയുള്ള ഒരുപാട്
രീതിയിലുള്ള നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർഡ് ആവേണ്ടതുണ്ട്. സോ മേക്കിംഗ് ഇറ്റ് എ പെർഫോമൻസ് എന്നുള്ള ആ ഒരു വർക്കിൽ പിന്നെ ഒരു ആക്ടറുടെ ജേണിയാണ് കാണിക്കുന്നത്. അതായത് ഒരു വർക്കിൻ്റെ റിഹേഴ്സൽ മുതൽ സ്റ്റേജിൽ കയറുന്നത് വരെയുള്ള ഒരു ആക്ടറിൻ്റെ ജേണി നല്ല രീതിയിൽ വരച്ച് കാട്ടുന്ന ഒരു പ്ലേ ആണ് എന്ത് മേക്കിംഗ് ഇറ്റ് എ പെർഫോമൻസ്. നെക്സ്റ്റ് നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേജർ ആയിട്ടുള്ള കുറച്ച് തിയേറ്ററിക്കൽ ടേംസ് നോക്കാം. ഫസ്റ്റ് വൺ ബ്രോഡ്വേ. സോ ബ്രോഡ്വേ തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള താല്പര്യങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ഉള്ളൊരു തിയേറ്ററാണ് ബ്രോഡ്വേ തിയേറ്റർ. സോ ഇത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ടെക്നിക്കുകളും കാര്യങ്ങളും ഡെക്കറേഷൻസും അങ്ങനെയുള്ളതൊക്കെ പോസിബിൾ ആയിട്ടുള്ള സൗണ്ട്, ലൈറ്റിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് റിച്ച് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് തിയേറ്ററാണ് ബ്രോഡ്വേ തിയേറ്റർ. ബ്രോഡ്വേ എന്നുള്ള ഈ ഒരു ടേം ബ്രാൻഡ് കോയിൻ ചെയ്തിട്ടുള്ളത് 1919 സോ ഇതൊരു അമേരിക്കൻ തിയേറ്ററാണ്. ഇതിൽ കൂടുതലായിട്ടും ഹോളിവുഡ് ആയിട്ടുള്ള മൂവി സിംബലൈസ് ചെയ്തിട്ടുള്ള ടൈപ്പ് ഓഫ് ഡ്രാമകളും പ്ലേകളുമാണ് ഈ ഒരു തിയേറ്റർ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ബ്രോഡ്വേ ഹൗസ് ആണ്. സോ ഇത് മിഡ് ടൗൺ ആയിട്ടുള്ള മാൻഹാറ്റൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൗണിൽ 14 തിയേറ്റേഴ്സ് കൂടി ചേർന്നിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് തിയേറ്റേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബ്രോഡ്വേ ഹൗസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഓഫ് ബ്രോഡ്വേ ആണ് നെക്സ്റ്റ്. സോ ഓഫ് ബ്രോഡ്വേ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് 1913 ദ ലിറ്റിൽ തിയേറ്റർ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആദ്യമായിട്ട് കോയിൻ ചെയ്യുന്നത്. സോ ഇതും ഒരു കൈൻഡ് ഓഫ് കൊമേഴ്ഷ്യൽ തിയേറ്റർ ആയിട്ടാണ് അറിയപ്പെടുന്നത്. സോ നമ്മൾ ബ്രോഡ്വേ ഹൗസ്, ഓഫ് ബ്രോഡ്വേ എന്താണെന്ന് പഠിച്ചല്ലേ. ദെൻ നെക്സ്റ്റ് നമ്മൾ ഈ ഒരു പീരീഡ് ഓഫ് ടൈമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റോബർട്ട് സൗത്തിയുടെ ആഫ്റ്റർ ദി ബ്ലെനം എന്നുള്ള ആ ഒരു പോയമാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഈ പോയത്തിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യാം. ഈ ഒരു പോയത്തിൻ്റെ തീം എന്ന് പറയുന്നത് സ്പാനിഷ് സക്സഷൻ വാറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. സോ ഈ ഒരു വാറാണ് ഈ ഒരു പോയത്തിൻ്റെ മേജർ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത്. സോ ഇത് ജർമ്മനിയിലെ ബ്ലെൻഹെയിം എന്നുള്ളൊരു സ്ഥലത്ത് നടന്നിട്ടുള്ള ഒരു വാറാണ്. സോ അതുകൊണ്ടാണ് ഈ ഒരു പോയത്തിന് ആഫ്റ്റർ ദി ബ്ലെൻഹെയിം എന്ന് പറയുന്നത്. കാരണം ദെൻ പോയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഓതറായിട്ടുള്ള റോബർട്ട് സൗത്തിയെ കുറിച്ചിട്ടുള്ള കുറച്ച് ഓട്ടോബയോഗ്രഫിക്കൽ എലമെൻറ്റ്സ് ചെക്ക്. സോ റോബർട്ട് സൗത്തി എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്ററാണ്. സോ ചെറുപ്പകാലത്ത് അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് തുടങ്ങുന്നത് അദ്ദേഹം പഠിച്ചിരുന്ന വെസ്റ്റ് മിൻസ്റ്റർ എന്നുള്ള ആ ഒരു സ്കൂളിൽ നിന്ന് അദ്ദേഹത്തിനെ പുറത്താക്കുന്നതോടു കൂടിയാണ്. സോ അദ്ദേഹം വേഴ്സസും അതുപോലെ തന്നെ ഓട്ടോബയോഗ്രാഫികളൊക്കെ എഴുതാനായിട്ട് വളരെയധികം കഴിവുള്ള ഒരു റൈറ്ററായിരുന്നു റോബർട്ട് സൗത്ത്. സോ അദ്ദേഹത്തിൻ്റെ പ്രോസ് റൈറ്റിങ്ങിലുള്ള ആ ഒരു ടാലൻറ്റ് കണ്ടിട്ട് ലോർഡ് ബയോൺ ദി പെർഫെക്റ്റ് എന്ന് അദ്ദേഹത്തിന് വിശേഷിപ്പിക്കുകയുണ്ടായി. സോ അദ്ദേഹത്തിൻ്റെ തുടക്കത്തിലുള്ളൊരു വിപ്ലവകരമായിട്ടുള്ള ആ ഒരു എഴുത്തിനെ കണ്ടതുകൊണ്ട് തന്നെ ഫ്രഞ്ച് വിപ്ലവം എന്നുള്ള ആ ഒരു റൈറ്റിങ്സൊക്കെ അദ്ദേഹത്തിന് ഒരുപാട് പ്രചോദനം ഉണ്ടാക്കിയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് നമുക്ക് ഈ പോയത്തിൻ്റെ പ്ലോട്ടിലേക്ക് കിടക്കാം. ഈ ഒരു പോയം കാര്യമായിട്ട് പറയുന്നത് ജർമ്മനിയിലെ ബ്ലെൻഹെയിം എന്നുള്ള ഒരു പ്ലേസിൽ നടന്നിട്ടുള്ള ഒരു വാറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സോ അതുകൊണ്ടാണ് ആഫ്റ്റർ ദി ബ്ലെൻഹെയിം എന്ന ഈ ഒരു പോയത്തിൻ്റെ പേര് വന്നത്. കാരണം ആ വാറിൽ മരിച്ച ആളുകളെക്കുറിച്ചും പിന്നെ ആ വാറ് കഴിഞ്ഞതിന് ശേഷം ബാക്കിയായിട്ട് ജീവിക്കുന്ന ആളുകളുടെ ആ ഒരു ജീവിതത്തെക്കുറിച്ചാണ് ഈ ഒരു പോയം പറയുന്നത്. ഇതൊരു ബാലഡാണ്. സോ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ചിട്ടുള്ളൊരു സമ്മറി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. മാത്രമല്ല ഇതൊരു ആൻറ്റി വാർ പോയം കൂടിയാണ്. ഈ ഒരു പോയത്തിൻ്റെ ഓപ്പണിങ്ങിൽ കാസ്പർ എന്നുള്ള ഒരു വൃദ്ധന് ഒരു വീടിൻ്റെ മുൻവശത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ ഒരു പീരീഡ് ഓഫ് ടൈം എന്ന ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ആ ഒരു അറ്റ്മോസ്ഫിയറാണ് പോയിട്ട് ഈ ഒരു സ്റ്റാർട്ടിങ് ഓപ്പണിങ്ങിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ഈവനിങ്ങിൽ കാസ്പർ എന്നുള്ള ഒരു വൃദ്ധനായിട്ടുള്ളൊരു മനുഷ്യൻ അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് അവരുടെ രണ്ട് കൊച്ചുമക്കൾ ഇങ്ങനെ ആ ഒരു ഗാർഡനിൽ കൂടെ ഇങ്ങനെ കളിക്കുന്നുണ്ട്. അപ്പോൾ കാസ്പർ അത് നോക്കിയിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം കുട്ടികൾക്ക് ഒരു തലയോട്ടി അവർക്ക് കിട്ടി. അപ്പോൾ കുട്ടികൾ കുറേ ഇത് നോക്കിയ സമയത്ത് ഇവർക്കത് എന്താണ് എന്ന് മനസ്സിലാവുന്നില്ല. അപ്പം സ്വാഭാവികമായിട്ടും കുട്ടികൾ കാസ്പറിൻ്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു ഇത് എന്താണ് എന്ന് ചോദിച്ചു. ഇതിൽ ഒരാളുടെ പേര് വെൽമി എന്നും ഒരാളുടെ പേര് പീറ്റർ കിങ് എന്നുമാണ്.
അങ്ങനെ കുട്ടികൾ തലയോട്ടി കൊണ്ടുപോയിട്ട് കാസ്പറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ കാസ്പർ പറഞ്ഞു ഇത് ഗ്രേറ്റ് വിക്ടറിയിൽ മരിച്ചു പോയിട്ടുള്ള ഒരു മനുഷ്യൻ്റെ തലയോട്ടിയാണെന്ന് പറഞ്ഞു. സോ ഇവിടെ നിങ്ങൾ യൂസ് ചെയ്ത ഐറണി പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കണം. കാരണം ഇത് അദ്ദേഹം പറയുന്നത് ഗ്രേറ്റ് വിക്ടറിയിൽ മരിച്ചു പോയിട്ടുള്ള ഒരു വ്യക്തിയുടെ തലയോട്ടിയാണ് എന്നാണ് പറയുന്നത്. സോ ഈ ഒരാൾ മരിക്കാനുണ്ടായ കാരണം എന്ന് പറയുന്നത് ഈ ഒരു വാറാണ്. അപ്പോൾ ആ ഒരു ഗ്രാൻഡ് ഫാദറിന് അതിൽ വളരെയധികം വിഷമമുണ്ട്. എന്നാലും ഇദ്ദേഹം ആ ഒരു വാറിനെ ഗ്രേറ്റ് വാറ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. സോ കുട്ടികളിത് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു നടുവീർപ്പിട്ടത്തിന് ശേഷമാണ് കുട്ടികൾക്ക് റീപ്ലൈ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവും ഈ ഒരു കാര്യത്തിൽ അദ്ദേഹത്തിന് വിഷമമുണ്ട്. എന്നാലും അദ്ദേഹം അതിനൊരു ഗ്രേറ്റ് വിക്ടറി എന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള ഒരു വാറാണ്. ആ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ ലാൻഡായിട്ടുള്ള ഇംഗ്ലണ്ടാണ് ജയിക്കുന്നത്. സോ അതുകൊണ്ടാണ് അദ്ദേഹം ഗ്രേറ്റ് വിക്ടറി എന്ന് ഈ ഒരു വാറിനെ വിശേഷിപ്പിക്കുന്നത്. മാത്രമല്ല വീണ്ടും കാസ്പർ കുട്ടികളോട് പറയാണ് ഇതുപോലെ തന്നെയുള്ള ഒരുപാട് തലയോട്ടികൾ എൻ്റെ കൃഷിയിടങ്ങളിൽ നിന്നിട്ട് എനിക്ക് ആ ഒരു സമയത്ത് കിട്ടിയിട്ടുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ കൃഷിക്ക് വേണ്ടിയിട്ട് ഈ ഒരു നിലങ്ങളൊക്കെ ഉഴുതു മറിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരുപാട് തലയോട്ടികളൊക്കെ ആ ഒരു സമയത്ത് പൊന്തി വന്നിട്ടുണ്ട് എന്നും കൂടെ കുട്ടികളോട് ഇദ്ദേഹം പറയുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇതുപോലെ ഒരുപാട് ആളുകൾ ആ ഒരു ഗ്രേറ്റ് വിക്ടറിയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. സോ ഇതൊക്കെ കേട്ടിട്ട് കുട്ടികൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒരു എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ട് ഇദ്ദേഹം പറയുന്നതും കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഗ്രാൻഡ് ഫാദറിനോട് കുട്ടികൾ പറയാണ് ഈ ഒരു വാറിനെ കുറിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളും കൂടെ തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഗ്രാൻഡ് ഫാദറിനോട് പറയാണ്. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികൾക്ക് നമ്മൾ കൂടുതലായിട്ടും ഇതുപോലെ തന്നെ ആനിമൽസിൻ്റെ സ്റ്റോറീസ് അങ്ങനെയുള്ള കഥകളൊക്കെ അല്ലേ പറഞ്ഞു. അപ്പോൾ ഈ ഒരു വാർ സ്റ്റോറി ഇവർക്ക് കേട്ട സമയത്ത് അവർ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ടിട്ട് അപ്പം ഗ്രാൻഡ് ഫാദറിനോട് പറയാണ് കൂടുതലായിട്ട് ഈ ഒരു വാറിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരുമെന്ന്. സോ ഇത്തരത്തിലുള്ള ഒരു കോൺവെർസേഷൻ സ്റ്റൈലിലാണ് നമ്മുടെ ഈ ഒരു പോയം അദ്ദേഹം പോയിട്ട് എഴുതിയിട്ടുള്ളത്. അങ്ങനെ ഗ്രാൻഡ് ഫാദർ കുട്ടികളെടുത്ത് സ്റ്റോറികൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഒരു കുട്ടിയായിട്ടുള്ള പീറ്റർ കെയ്ന് ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് എന്തിനാണ് ഇങ്ങനെയുള്ള യുദ്ധങ്ങളൊക്കെ, എന്തിനാണ് ഇങ്ങനെ യുദ്ധങ്ങൾ ഉണ്ടാവാനുള്ള കാരണം എന്നുള്ളത് ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. പക്ഷേ എന്നാൽ ഗ്രാൻഡ് ഫാദറിന് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്താണ് ഈ ഒരു വാറിൻ്റെ കാരണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആൻസിസ്റ്റേഴ്സ് പറഞ്ഞു കൊടുത്തതുപോലെ തന്നെ ഇതൊരു ഗ്രേറ്റ് വിക്ടറിയ എന്നുള്ള ഒരു കാര്യം, ആ ഒരു കാര്യം മാത്രമേ ഈ ഒരു ഗ്രാൻഡ് ഫാദറിന് അറിയുള്ളൂ. അപ്പോൾ അതാണ് ഈ കുട്ടികളോടും ഈ ഒരു ഗ്രാൻഡ് ഫാദർ പറഞ്ഞിട്ടുള്ളത്. പിന്നീട് ഈ ഒരു വാറിൻ്റെ സമയത്തുള്ള കുറച്ച് മെമ്മറീസ് കാസ്പർ ഗ്രാൻഡ് ഫാദർ ആലോചിച്ചെടുക്കാൻ തുടങ്ങി. ആ ഒരു സമയത്ത് അദ്ദേഹം താമസിച്ചിരുന്ന ആ ഒരു പ്ലേസിലേക്ക് ഫ്രാൻസിൻ്റെ പട്ടാളക്കാർ വരികയും അവിടെ വാറ് സ്റ്റാർട്ടാകുകയും അവിടെയുള്ള ഒരുപാട് നിഷ്കളങ്കരായിട്ടുള്ള ആളുകളെയും അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള വുമൻസിനെയും ഒക്കെ വളരെയധികം ഉപദ്രവിക്കുകയും കൊലപ്പെടുത്തുകയൊക്കെ ചെയ്തു. പിന്നീട് അവിടെയുള്ള ആളുകളുടെ പാവപ്പെട്ട ആളുകളുടെ ഷെൽട്ടറുകൾക്കൊക്കെ തീയിടുകയൊക്കെ ചെയ്തു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ആലോചിക്കുകയാണ് എന്തിനാണ് ഇത്രയും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു പുവറായിട്ടുള്ള ഇന്നസെൻ്റ് ആയിട്ടുള്ള ആളുകൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അവർക്കിങ്ങനെ ഈ ഒരു വാറ് കാരണം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളത് അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുകയാണ്. പക്ഷെ എന്നാലും അദ്ദേഹം വിചാരിക്കുന്നത് എന്താണ് ചെയ്തൊരു ഗ്രേറ്റ് ആയിട്ടുള്ള വാറാണ്. സോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും എന്നുള്ള രീതിയിൽ അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചിട്ട് സ്വയം സമാധാനിക്കുക. സോ ഈ ഒരു ഇങ്ങനെയുള്ള ആ ഒരു സമയത്താണ് കാസ്പറിൻ്റെ ഫാമിലിയൊക്കെ അവിടെ നിന്നിട്ട് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്നാലും കാസ്പർ പറയുന്നത് ഇതൊരു ഗ്രേറ്റ് വിക്ടറിയാണ്. സോ അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മളെ ലാൻഡ് വിജയിച്ചിട്ടുണ്ട്. സോ അതിന് നമ്മൾ സന്തോഷിക്കുക ചെയ്യേണ്ടത്. പക്ഷേ ഈ ഒരു അദ്ദേഹത്തിൻ്റെ ആ ഒരു ടോണിൽ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള സന്ദേശങ്ങളൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചിന്തയും അദ്ദേഹത്തിൻ്റെ വാക്കും തമ്മിൽ വളരെയധികം ഡിഫറൻസ് ഉള്ള രീതിയിലാണ് നമുക്ക് ഈ ഒരു പോയം കാണാൻ സാധിക്കുന്നത്. പിന്നീട് ബ്ലെൻഹെയിമിൽ വാറിന് ശേഷം ആഫ്റ്റർ ദി ബ്ലെൻഹെയിം എന്ന് പറയുമ്പോൾ ആ വാറിന് ശേഷം ബ്ലെൻഹെയിമിൽ സോൾജേഴ്സിൻ്റെ ഒക്കെ മൃതശരീരങ്ങളൊക്കെ സൂര്യൻ്റെ ചുവട്ടിൽ വളരെയധികം അഴകിയ രീതിയിൽ കിടക്കുന്നു എന്നൊക്കെയാണ് കാസ്പർ കുട്ടികൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത്. സോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇങ്ങനെയുള്ള യുദ്ധങ്ങളൊക്കെ വിൻ ചെയ്യാനുള്ള ഇതിൻ്റെ മെയിനായിട്ടുള്ള കാരണം ഈ സോൾജേഴ്സാണ്. അപ്പോൾ അവരിങ്ങനെ രാവും പകലില്ലാതെ യുദ്ധത്തിൽ പങ്കെടുത്ത് വിജയിപ്പിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ലാൻഡുകളൊക്കെ ജയിക്കുന്നത്. സോ ഇങ്ങനെ ഈ ഒരു സോൾജേഴ്സിൻ്റെ മൃതശരീരങ്ങളൊക്കെ അഴകിയ രീതിയിൽ കിടക്കുന്നു എന്നുള്ള ഈ ഒരു യൂസേജ്
ആ ഒരു സോൾജേഴ്സിനോട് കാണിക്കുന്ന ഒരു എന്താണ് ഡിസ്റെസ്പെക്റ്റ്, അനാദരവാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല ഈ ഒരു എന്താണ് വാറിൻ്റെ ഒരു യൂസ്ലെസ്നെസ്സും കൂടെ ഇതിൽ അദ്ദേഹം പറയുന്നുണ്ട്. എന്നാലും അദ്ദേഹം പിന്നെയും എന്താണ് റിപ്പീറ്റ് ചെയ്യുന്നത്, ഇതൊക്കെ ഒരു യുദ്ധമാണ്, സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എന്നാൽ മാത്രമേ നമുക്ക് വിൻ ചെയ്യാൻ പറ്റൂ എന്നുള്ള രീതിയിലുള്ള ആ ഒരു സംസാരമാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് വരുന്നത്. സോ പിന്നീട് ഈ കാസ്പർ ഡ്യൂക്ക് ഓഫ് മാൽബ്രോനെ ഇങ്ങനെ എന്താണ് പ്രേസ് ചെയ്യുന്നുണ്ട്. സോ ഡ്യൂക്ക് ഓഫ് മാൽബ്രോ ഈ യുദ്ധം ജയിച്ചത് പ്രിൻസ് യുജീൻ്റെ ഒരു സഹായത്തോടു കൂടിയാണ്. സോ ഈ രണ്ടാളുകൾക്കും ഈ ഒരു വാറിൽ നല്ല രീതിയിലുള്ള ഒരു എന്താണ് റോൾ ഉണ്ട്. സോ അതുകൊണ്ട് പിന്നെ ഗ്രാൻഡ് ഫാദർ കുട്ടികളോട് പറയാണ്, നമ്മൾ ഡ്യൂക്ക് ഓഫ് മാൽബ്രോനെ അതുകൊണ്ട് പിന്നെ നന്നായിട്ട് പ്രേസ് ചെയ്യണം, കാരണം അവർ കാരണമാണ് നമുക്ക് ഇങ്ങനെയൊരു വിജയം ഉണ്ടായത്. എന്നാൽ ഈ കുട്ടികൾക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. കാരണം എന്താണ്, അവർ ഈ ഒരു വാറിനെ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. കാരണം എന്താണ്, ഇത്രയും ആളുകൾ മരിച്ചിട്ടുള്ള ഒരുപാട് എന്താണ് പിന്നെ പ്രഗ്നൻറ്റ് ലേഡീസ്, അതുപോലെ അവരുടെ ന്യൂ ബോൺ ബേബീസ്, ഇങ്ങനെയുള്ള കുറേ എന്താണ് പാവപ്പെട്ട സിവിലിയൻസ് ആയിട്ടുള്ള നിഷ്കളങ്കരായിട്ടുള്ള ആളുകളെ കൊന്നിട്ടുള്ള ആ ഒരു വാറ് ആ കുട്ടികൾക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നിട്ട് കുട്ടികൾ കാസ്പറിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഇവർ കാരണമാണ് ഇങ്ങനെയുള്ളൊരു യുദ്ധം ഉണ്ടായിട്ടുള്ളത്, ഇത്രയും ആളുകൾ മരണപ്പെട്ടത്, പക്ഷെ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇതൊരു ഗ്രേറ്റ് വിക്ടറി ആവുക എന്ന് കുട്ടികൾ പിന്നെ ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. എന്നാൽ ഗ്രാൻഡ് ഫാദർ ആയിട്ടുള്ള കാസ്പറിന് ഇതിന് എന്താണ് ഉത്തരങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ടും കാസ്പർ പറയാണ്, ഇവർ കാരണമാണ് നമ്മൾ ജയിച്ചിട്ടുള്ളത്, അപ്പോൾ ഇതൊരു ഗ്രേറ്റ് വിക്ടറിയാണ് എന്ന് അദ്ദേഹം വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ട്. എന്നിട്ട് പീറ്റർകിൻ പറയാണ്, ഓക്കെ നമ്മൾ ജയിച്ചിട്ടുണ്ട്, പക്ഷേ ഈ ഒരു യുദ്ധം കൊണ്ട് നമുക്ക് നമ്മുടെ ഈ ഒരു വേൾഡിന് എന്ത് കാര്യമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്ത് ചോദിക്കും. സോ അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ്, അപ്പോൾ കുട്ടികൾ പിന്നെ കുട്ടികളുടെ ആ ഒരു ബുദ്ധിയിൽ നിന്നിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് പിന്നെ ഈ ഒരു ഗ്രാൻഡ് ഫാദറിൻ്റെ നേരെ റേസ് ചെയ്യാണ്. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻസിനൊന്നും ആൻസർ ഈ ഒരു ഗ്രാൻഡ് ഫാദറിനില്ല. അപ്പോൾ ഈ ഒരു ലാസ്റ്റിലത്തെ ക്വസ്റ്റ്യനോട് കൂടിയിട്ട് അത് ഈ ഒരു പോയം എൻഡ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസിനൊന്നും ലാസ്റ്റിലുള്ള ക്വസ്റ്റ്യനും എന്താണ് ഗ്രാൻഡ് ഫാദറിന് ആൻസർ ഇല്ല. അപ്പോൾ ഗ്രാൻഡ് ഫാദർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇതൊരു ഗ്രേറ്റ് വിക്ടറിയാണ്, അതൊന്നും എനിക്കറിയില്ല, ഇതൊരു ഗ്രേറ്റ് വിക്ടറിയാണ്, നമ്മൾ പിന്നെ ജയിച്ചിട്ടുള്ള ഗ്രേറ്റ് വിക്ടറിയാണ്, അപ്പോൾ നമ്മളിതിൽ സന്തോഷിക്കാൻ വേണ്ടതെന്ന് വീണ്ടും പറയണം. അപ്പോൾ ഈ ഒരു ടോണിലാണ് ഈ ഒരു എന്താണ് ഈ ഒരു പോയം എൻഡ് ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അധികാരികൾ എന്താണോ പറയുന്നത്, അപ്പം അത് എന്താണ് എന്നൊരു അത് എന്തുകൊണ്ടായിരിക്കും അവരങ്ങനെ പറയുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവില്ലാതെ അധികാരികൾ എന്താണോ പറയുന്നത് അത് അങ്ങനെ തന്നെ വിശ്വസിക്കുന്ന, അത് തന്നെയാണ് ശരിയെന്ന് തീരുമാനിക്കുന്ന രീതിയിലുള്ള ഒരു പേഴ്സണാലിറ്റീനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ഈ ഒരു ഗ്രാൻഡ് ഫാദറിനെ ഈ ഒരു പോയത്തിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു അതോറിറ്റീസ്, അധികാരികൾ പറയുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണ് എന്ന് അറിഞ്ഞാൽ കൂടെ അതിനെ ചോദ്യം ചെയ്യാൻ പോകാത്ത രീതിയിലുള്ള ഒരു സമൂഹത്തെയാണ് ഈ ഒരു കാസ്പർ എന്നുള്ളൊരു ക്യാരക്ടർ റെപ്രസെൻ്റ് ചെയ്ത്. എന്നാൽ ഈ കുട്ടികൾ അനീതികൾ ഉണ്ടാകുന്ന സമയത്ത് നട്ടലോടെ ചോദ്യം ചെയ്യാൻ പോകുന്ന ഒരു പുതിയ തലമുറയാണ് ഈ ഒരു കുട്ടികൾ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. സോ നാഷണലിസം എന്നുള്ള ആ ഒരു വികാരം എങ്ങനെയാണ് ഈ അധികാരികൾ ചൂഷണം ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചു തരുന്ന ഒരു പോയമാണ്. എന്നാൽ ഈ ഒരു കാസ്പർ എന്നുള്ള ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് യുദ്ധത്തിൽ വീട് നഷ്ടപ്പെട്ട് ഷെൽട്ടർ നഷ്ടപ്പെട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ എന്നാൽ ഈ ഒരു അധികാരികൾ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്. കാരണം ഇത് ഇങ്ങനെയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും, ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും കൂടെ ഇതൊക്കെ നല്ലതിനാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ അധികാരികൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നു എന്നുള്ള ആ ഒരു കോൺസെപ്റ്റാണ് ഈ ഒരു പോയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടത്തുന്ന സമയത്ത് അധികാരികൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് യുദ്ധങ്ങൾ നടത്തുന്ന സമയത്ത് ഇതിന് ഇരകളാവുന്നത് എന്ന് പറയുന്നത് ഇന്നസെൻ്റ് ആയിട്ടുള്ള പാവപ്പെട്ട ആളുകളാണ്. സോ ഇവർക്ക് ആ ഒരു യുദ്ധത്തിൻ്റെ ഇതിലുള്ള സോൾജേഴ്സിനായിക്കോട്ടെ, അതുപോലെ തന്നെ കൊല്ലപ്പെടുന്ന ആളുകളായിക്കോട്ടെ, ഷെൽട്ടർ നഷ്ടപ്പെടുന്ന ആളുകളായിക്കോട്ടെ, ഇവർക്കൊന്നും എന്താണ് ആ യുദ്ധത്തിൻ്റെ റീസൺ എന്ന് പോലും അറിയാം. സോ ഈ ഒരു പോയത്തിൽ യുദ്ധം കൊണ്ട് നമുക്ക് ഒന്നും നേടാനാകുന്നില്ല, എന്നാൽ ഒരുപാട് നഷ്ടപ്പെടാനാണ്, ഒരുപാട് നാശനഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ എന്നുള്ളതാണ് ഈ ഒരു പോയത്തിലൂടെ റോബർട്ട് സൗത്തി നമുക്ക് വരച്ച് കാണിച്ചു തരുന്നത്. സോ ഇത്രയുമാണ് ഈ ഒരു പോയത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഈ ഒരു പോയത്തിൻ്റെ അനാലിസിസ് ഞാൻ ഇവിടെ സ്ലൈഡായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് നന്നായിട്ട് റീഡ് ചെയ്യുക, എന്നിട്ട് എന്താണെന്ന് കറക്റ്റ് മനസ്സിലാക്കുക. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, എന്നാലും നിങ്ങൾ ഒന്ന് കൃത്യമായിട്ട് വായിച്ചിട്ട് പഠിക്കാം. പിന്നെ ഇതിൻ്റെ തീംസ് എന്ന് പറയുന്നത് വാർ, ഡെത്ത്,
ഡിസ്ട്രക്ഷന്, ഇഗ്നോറൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, വയലൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതുപോലെ ഇതിൽ ഒരുപാട് പോയറ്റിക് ഡിവൈസസ് കൊടുത്തിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് അലിട്രേഷൻസ്, റെപ്പിറ്റേഷന്, ഐറണി എന്നിങ്ങനെയുള്ള ഒരുപാട് പോയറ്റിക് ഡിവൈസുകൾ ഈ ഒരു പോയറ്റിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഏരിയയിൽ തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് റോയൽ ടൈലർ. സോ റോയൽ ടൈലറിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് വർക്കായിട്ടുള്ള ദി കോൺട്രാസ്റ്റ് എന്നുള്ള ആ ഒരു വർക്കും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. സോ ഇദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് വില്യം ക്ലാർക്ക് ടൈലർ എന്നാണ്. ഇദ്ദേഹത്തിൻ്റെ മെയിനായിട്ടുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അമേരിക്കൻ ഡ്രാമയിൽ ഇദ്ദേഹത്തിന് തൻ്റേതായിട്ടുള്ളൊരു നമ്മൾ പറയില്ല, ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കുകയെന്ന്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്വന്തമായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. സോ ഇദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ലോയർ ആൻഡ് ടീച്ചർ, ഡ്രാമാറ്റിസ്റ്റ് ആൻഡ് ഔതർ എന്നിങ്ങനെ മൾട്ടി ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. സോ അദ്ദേഹത്തിൻ്റെ ഡ്രാമകളൊക്കെ അമേരിക്കൻ വാല്യൂസും അതുപോലെ തന്നെ അമേരിക്കൻ വാല്യൂസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വർക്ക്. മാത്രമല്ല അദ്ദേഹം യൂറോപ്യൻ ഐഡിയനെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഐഡിയാസിനൊക്കെ എഗെയിൻസ്റ്റ് ചെയ്തിട്ടുള്ള രീതിയിലുള്ള വർക്കുകളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കൂടുതലായിട്ടുള്ളത്. സോ അദ്ദേഹത്തിൻ്റെ വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വർക്കാണ് ദി കോൺട്രാസ്റ്റ് എന്നുള്ളത്. അത് അമേരിക്കയിലുള്ള ആദ്യമായിട്ടുള്ളൊരു കോമഡി പെർഫോമൻസ് ആണ്. അത് കാരണം അദ്ദേഹം വളരെയധികം ഫേമസ് ആയിട്ടുള്ള ആക്ടേഴ്സിനെയൊക്കെ ഓർഗനൈസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്ലേ ആണത്. സോ അതുകൊണ്ടാണ് ആ ഒരു ദി കോൺട്രാസ്റ്റ് എന്നുള്ള വർക്ക് വളരെയധികം ഫേമസ് ആയിട്ട് ആളുകളുടെ ഇടയിലൊക്കെ വളരെയധികം പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള കാരണം. സോ നമുക്ക് ദി കോൺട്രാസ്റ്റ് എന്നുള്ള ആ ഒരു വർക്കിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ നമുക്കിതിൻ്റെ ക്യാരക്ടേഴ്സിനെ നോക്കാം. ഇതിൻ്റെ മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഷാർലറ്റ്, ലെറ്റീറ്റിയ, then Mr. Billy Dumble, Maria Van Ruff and Colonel Henry Manley, then Van Ruff, Jessame, ജോർദാൻ, ജെന്നി എന്നിങ്ങനെയുള്ള ആളുകളാണ് ഇതിൻ്റെ മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഈ ഒരു വർക്കിൻ്റെ പ്ലോട്ടിലേക്ക് കടക്കാം. സോ ഈ ഒരു വർക്കിൻ്റെ സെറ്റിംഗ് എന്ന് പറയുന്നത് അമേരിക്കൻ റവല്യൂഷന് ശേഷമുള്ള ന്യൂയോർക്കിലാണ്. സോ ഈ ഒരു പ്ലേൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ഷാർലറ്റ്, അലീഷ എന്നിങ്ങനെയുള്ള രണ്ട് ക്യാരക്ടേഴ്സിൻ്റെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഡിസ്കഷന് നടക്കുന്ന സമയത്താണ്. ആ ഒരു സമയത്ത് മെരിയ എന്നുള്ള ആ ഒരു ക്യാരക്ടറിന് തൻ്റെ അച്ഛനെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിർബന്ധിക്കുന്നതുകൊണ്ട് ആ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് വളരെയധികം ഡിപ്രഷനിൽ ഇങ്ങനെ കഴിയാണ്. ആ സമയത്ത് ബില്ലി ഡിംപിളിൻ്റെ അച്ഛനും വാൻഡ്രഫും പിന്നെ കുറച്ച് ആളുകളും ബിസിനസ്സിൽ പാർട്ട്നേഴ്സായിരുന്നു. സോ അതുകൊണ്ട് തന്നെ വാൻഡ്രഫ് തൻ്റെ മകളായിട്ടുള്ള മരിയയ്ക്ക് വേണ്ടിയിട്ട് ബില്ലി ഡിംപിളിനെ വിവാഹം ആലോചിച്ചു. അതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള വിവാഹം ഉറപ്പിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ അവർ തമ്മിൽ വിവാഹം കഴിക്കുകയാണെങ്കിൽ തൻ്റെ ബിസിനസ്സിന് വളരെ വലിയ രീതിയിലുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാവുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ആ സമയത്ത് മരിയയ്ക്ക് വിവാഹം നിശ്ചയിച്ച ബില്ലി ഡിംപിൾ എന്നുള്ള ആ ക്യാരക്ടർ ഇംഗ്ലണ്ടിലേക്ക് പോവുകയും ആ സമയത്ത് ആ ഒരു വ്യക്തിയുടെ സ്വഭാവത്തിൽ വലിയ രീതിയിലുള്ള പരിഷ്കാരങ്ങളൊക്കെ വരാൻ തുടങ്ങി. ആ ഒരു സമയത്ത് മരിയ എന്ന് പറയുന്നത് ആ ഒരു ക്യാരക്ടർ, ബില്ലി ഡിംപിളിനെ വിവാഹം നിശ്ചയിച്ച എന്ന് പറയുന്ന മരിയ എന്നുള്ള ആ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്ത് ബുക്കുകൾ റീഡ് ചെയ്ത് അവളുടെ ചിന്താശേഷിയും നോളജുകളും അതുപോലെ തന്നെ നല്ലൊരു വിശാലമായിട്ടുള്ള ആ ഒരു മനസ്ഥിതിയൊക്കെ വളർത്തിയെടുത്തുകൊണ്ടിരുന്നു. സോ ആ ഒരു സമയത്ത് അവൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി. ഒരുപാട് ഇഷ്ടങ്ങൾ, ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി. ആ ഒരു സമയത്ത് മെരിയുടെ ക്യാരക്ടറും ഡിംപിളിൻ്റെ ക്യാരക്ടറും തമ്മിൽ വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ഡിംപിൾ എന്ന് പറയുന്നത് പാശ്ചാത്യ ലോകത്തിനെ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയാണ്. അവൻ്റെ ആ ഒരു ഇംഗ്ലണ്ടിൽ പോയതിനു ശേഷം അവൻ്റെ സ്വഭാവങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. അവന് വലിയ രീതിയിലുള്ള പരിഷ്കാരങ്ങളൊക്കെ വന്നു. എന്നാൽ മെരിയ എന്ന് പറയുന്നത് വളരെ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ആ സമയത്ത് മെരിയ തിരിച്ചറിയാണ് തനിക്ക് ഡിംപിളിൻ്റെ ഒരു ക്യാരക്ടറുമായിട്ട് യോജിക്കില്ല, അവന് ഇഷ്ടമല്ല എന്നുള്ള ആ ഒരു കാര്യം ആ ഒരു സമയത്ത് മെരിയ മനസ്സിലാക്കുകയാണ്. സോ ആ ഒരു സമയത്ത് മരിയ സ്ത്രീകളുടെ ഒരു അവസ്ഥയെക്കുറിച്ചിട്ട് കാര്യമായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. കാരണം മരിയയുടെ അച്ഛൻ അവൾക്ക് വിവാഹം ആലോചിക്കുന്ന സമയത്ത് പണത്തിനാണ് കൂടുതലായിട്ടും മണിക്കാണ് കൂടുതലായിട്ടും മുൻതൂക്കം കൊടുത്തിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ് പാർട്ട്ണറായിട്ടുള്ള ഡിംപിളിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ ഗ്രോത്ത് ഉണ്ടാവും. ആ സമയത്ത് അദ്ദേഹത്തിന് ഫിനാൻഷ്യലി ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ള ആ ഒരു തോട്ടോടു കൂടിയാണ് മരിയയ്ക്ക് വിവാഹം ആലോചിക്കുന്നത്. സോ അത് അവളെ വലിയ രീതിയിൽ
എന്താണ് സങ്കടത്തിലാഴ്ത്തി. കാരണം എന്താണെന്ന് വെച്ചാൽ അവൾക്ക് ഒരു സ്ത്രീ എന്ന് പറയുന്ന സമയത്ത് അവൾക്ക് ഒരുപാട് മൂല്യങ്ങളുണ്ട്. പക്ഷേ എന്നാൽ അതൊന്നും കൺസിഡർ ചെയ്യാതെ ഒരു മണി എന്നുള്ളൊരു കാറ്റഗറിയിൽ അവളെ തൂക്കുന്നത് കൊണ്ട് അവൾക്ക് വലിയ രീതിയിലുള്ളൊരു നിരാശ ഉണ്ടായി. കാരണം ഇതൊക്കെ അവൾക്ക് ഇങ്ങനെയുള്ളൊരു ചിന്താശക്തി അവളിൽ രൂപപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ ഈ റീഡിങ് എന്നുള്ള ആ ഒരു കാര്യം കൊണ്ടാണ്. സോ അവളുടെ ഫാദറിന് ഈ ഒരു ബുക്ക് റീഡ് ചെയ്യുന്നതിനൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നാൽ അവൾ അച്ഛനെ വിഷമിപ്പിക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ട് അച്ഛൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഓക്കെ പറയുമായിരുന്നു. ആ ഒരു സമയത്താണ് ഷാർലറ്റിൻ്റെ സഹോദരനായിട്ടുള്ള കേണൽ മാർലി എന്നുള്ള ആ ഒരു ക്യാരക്ടർ വരുന്നത്. ആ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് കേണൽ മാർലി എന്ന് പറയുന്നത് അവനൊരു സോൾജിയറാണ്. ആ ഒരു വ്യക്തിയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് നല്ല ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് കേണൽ മാർലി. കാരണം എന്താണെന്ന് വെച്ചാൽ കേണൽ മാർലിയുടെ ആ ഒരു വസ്ത്രധാരണങ്ങളൊക്കെ വളരെ ലളിതമായിട്ടുള്ളതായിരുന്നു. എന്നാൽ മരിയയ്ക്ക് വിവാഹം നിശ്ചയിച്ച ബില്ലി ഡിംപിൾ എന്നുള്ള ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് വളരെയധികം മോഡേൺ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. സോ ആ ഒരു വ്യക്തി ഒരുപാട് ഒരേ സമയം 2-3 സ്ത്രീകളെ പ്രണയിക്കുന്ന വളരെയധികം പണത്തെ വളരെയധികം സ്നേഹിക്കുന്ന, മോഡേണിറ്റി വളരെയധികം സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയാണ്. എന്നാൽ കേണൽ മാർലി ഇതിലൊക്കെ വളരെയധികം മെരിയെ പോലെ തന്നെ വളരെയധികം ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. വളരെയധികം ഇന്നസെൻ്റ് ആയിട്ടുള്ള ലളിതമായിട്ടുള്ള ഒരു വ്യക്തിയാണ് കേണൽ മാർലി. സോ ഈ ഒരു സ്റ്റോറിയിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ പിന്നീട് ഡിംപിളിനുമായിട്ടുള്ള വിവാഹം വേണ്ടെന്ന് വെച്ചിട്ട് മരിയ കേണൽ മാർലിയെ വിവാഹം കഴിക്കുന്നതാണ്. കാരണം ഡിംപിൾ മറ്റുള്ള സ്ത്രീകളായിട്ട് റിലേഷൻഷിപ്പ് സ്ഥാപിക്കുകയും കൂടുതലായിട്ട് പണത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ് എന്നുള്ളത് മരിയക്ക് മനസ്സിലായി. സോ അതുകൊണ്ട് തന്നെ മരിയ കേണൽ മാർലിയെ പരിചയപ്പെടുകയും അവർ തമ്മിൽ സ്നേഹത്തിലാവുകയും പിന്നീട് അവർ തമ്മിൽ വിവാഹം കഴിക്കുകയും ചെയ്യുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കോൺട്രാസ്റ്റ് എന്നുള്ള ഈ ഒരു ഓവറോൾ സ്റ്റോറിയുടെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഈ ഒരു പ്ലേ ഡീറ്റെയിൽ ആയിട്ട് റീഡ് ചെയ്യണം. സോ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ ആ ഒരു ഓവറോൾ കണ്ടന്റ് മാത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ നിങ്ങൾ ആ ഒരു പ്ലേ ഡീറ്റെയിൽ ആയിട്ട് റീഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഓരോ ക്യാരക്ടേഴ്സിൻ്റെ റോളുകളും കാര്യങ്ങളൊക്കെ ഇലാബറേറ്റ് ചെയ്തിട്ട് എക്സാമിന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റൂ. സോ ഈ ഒരു വർക്കിൻ്റെ തീം എന്ന് പറയുന്നത് റൂറൽ വേഴ്സസ് അർബൻ ലൈഫ് സ്റ്റൈലുകൾ. കാരണം ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു ഒരു കാറ്റഗറി ആളുകൾ മോഡേൺ ആയിട്ടുള്ള മണി, അതുപോലെ തന്നെ ഫാഷന്, പിന്നെ സോഷ്യൽ സ്റ്റാറ്റസ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒരു അർബൻ ഏരിയ ആളുകൾ. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ആളുകൾ എന്ന് പറയുന്നത് ഇന്നസെൻസ്, അതുപോലെ ലളിതമായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരുവിധ ആളുകൾ. അപ്പോൾ ഈ രണ്ട് കാറ്റഗറിയിലുള്ള ആളുകൾ തമ്മിലുണ്ടാവുന്ന ഒരു കോൺട്രാസ്റ്റാണ് ഈ ഒരു വർക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദെൻ അതിൻ്റെ മറ്റുള്ള തീംസ് എന്ന് പറയുന്നത് നാഷണലിസം ആൻഡ് ഐഡൻറ്റിറ്റി, അമേരിക്ക വേഴ്സസ് യൂറോപ്യൻ വാല്യൂസ്, അതുപോലെ തന്നെ ഹോണസ്റ്റി, സിംപ്ലിസിറ്റി, പാട്രിയോട്ടിസം, ഫാഷൻ, സ്റ്റാറ്റസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ ഇത് അമേരിക്കൻ കൾച്ചറിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് തീംസും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. സോ ഈ ഒരു വർക്കിന് ദി കോൺട്രാസ്റ്റ് എന്ന് പേര് വന്നത് രണ്ട് ടൈപ്പ് ഓഫ് ആളുകൾ തമ്മിലുള്ള ഒരു കോൺട്രാസ്റ്റ് ആയതുകൊണ്ടാണ് ഇതിന് ഈ ഒരു നെയിം വന്നിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫാർസ്. എന്താണ് ഫാർസ് എന്നുള്ളതാണ്. സോ ഫാർസ് എന്ന് പറയുന്ന ആ ഒരു വേർഡ് ലാറ്റിൻ വേർഡായിട്ടുള്ള ഫാർസി എന്നുള്ള ആ ഒരു വേർഡിൽ നിന്നാണ് ഒറിജിൻ ചെയ്തിട്ടുള്ളത്. ടു സ്റ്റഫ് എന്നാണ് ഈ ഒരു വേർഡിൻ്റെ മീനിങ് ആയിട്ട് വരുന്നത്. സോ ഈ ഫാർസ് എന്നുള്ള ഒരു ഫോം വന്നിട്ടുള്ളത് പ്രാചീനമായിട്ടുള്ള ഫ്രഞ്ച്, ഗ്രീക്ക്. സോ ഫാർസ് എന്നുള്ള ടേം എന്താണെന്ന് വെച്ചാൽ വളരെയധികം ഗൗരവമായിട്ടുള്ള നാടകരംഗങ്ങളൊക്കെ അരങ്ങേറുന്ന സമയത്ത്, സ്റ്റേജിൽ കളിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക പീരീഡ് ഓഫ് ടൈമിൽ വന്നു പോകുന്ന രീതിയിലുള്ള ഒരു കോമിക്കായിട്ടുള്ള എലമെൻറ്റ്. ഗൗരവമുള്ള നാടകങ്ങളൊക്കെ സ്റ്റേജിൽ കളിക്കുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ ആ ഒരു സ്റ്റേജിൽ വന്നു പോകുന്ന ചില കോമിക് ആക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫാർസ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് കീ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫാർസ്. ഫാർസിലെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഇത് ആളുകളെ വളരെയധികം എൻ്റർടൈൻ ചെയ്യിക്കുന്ന രീതിയിലുള്ള കോമിക് ആയിട്ടുള്ള എലമെൻറ്റുകളാണ് ഇതിൽ കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. ഫോർ എക്സാമ്പിൾ അതുപോലെ ജമ്പിങ്,
ഫ്ലൈറ്റിങ്, അതുപോലെ തന്നെ എന്താണ് ആളുകളുടെ ഇടയിലേക്ക് ഓടിച്ചെന്ന് അവരെ എന്താണ് ജസ്റ്റ് ഒന്ന് പിന്നെ അവരുടെ മുമ്പിലേക്ക് ചാടി അവരെ ജസ്റ്റ് ഒന്ന് തൊടാൻ വേണ്ടി ട്രൈ ചെയ്ത് അങ്ങനെയുള്ള രീതിയിലുള്ള എന്താണ് നമ്മൾ എന്താണ് ഇതുപോലത്തെ നാടകങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് കുറേ ആളുകൾ വന്നിട്ട് പെട്ടെന്ന് ഈ നമ്മൾ ഗൗരവമുള്ള നാടകങ്ങളുടെ ഇടയിൽ വന്നിട്ട് ജസ്റ്റ് നമ്മളെ മുമ്പിലേക്ക് ചാടി വരിക, നമ്മളെ അത് ടച്ച് ചെയ്യാൻ ശ്രമിക്കുക, നമ്മളെ പേടിപ്പിക്കാൻ നോക്കുക, നമ്മളെ ചിരിപ്പിക്കാൻ നോക്കുക, അങ്ങനെ രീതിയിലുള്ള ഒരു കൈൻഡ് ഓഫ് ആക്ഷൻസ് ആണ് ഇത് ഫാർസ് എന്ന് പറയുന്നത്. സോ ഇതിൽ എന്താണ് സെക്ഷൽ ജോക്സ്, ടോയ്ലറ്റ് ഹ്യൂമർസ്, അതുപോലെ തന്നെ ടാബു ടോപ്പിക്സ്, അങ്ങനെയുള്ള എന്താണ് ഫുൾ ഓഫ് കൺഫ്യൂഷൻ ആയിട്ടുള്ള അങ്ങനെ നമ്മളെന്താണ് മൊത്തത്തിൽ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള വൺ കൈൻഡ് ഓഫ് ആക്ടാണ് എന്ത് ഫാർസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫാർസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വില്യം ഡെൻ ഹവേൽസിൻ്റെ സെൽഫ് സാക്രിഫൈസ് ആസ് എ ഫാർസ് എന്നുള്ള ഒരു വർക്കാണ്. സോ വർക്കിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ വില്യം ഡെൻ ഹവേൽസിൻ്റെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നോക്കാം. വില്യം ഡെൻ ഹവേൽസ് എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ ലിറ്റററി ഫിഗറാണ്. സോ ഇദ്ദേഹം ഫാർസ് എഴുതുന്നത് അപ്പർ ആൻഡ് മിഡിൽ ക്ലാസ്സിൻ്റെ ലൈഫിനെ കുറിച്ചിട്ടുള്ള ആ ഒരു കമ്പാരിസൺ, അതിലുള്ള പ്രോബ്ലംസ്, അതുപോലെ തന്നെ ഹാപ്പിനെസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം ഫാർസ് എഴുതുന്നത്. സോ അദ്ദേഹം ഹ്യൂമറിലൂടെ സെൽഫ് സാക്രിഫൈസ് അതുപോലെ തന്നെ ഇഷ്യൂസ്, സോഷ്യൽ ഇഷ്യൂസ്, അപ്പർ ക്ലാസ് ആൻഡ് ലോവർ ക്ലാസ് ഇഷ്യൂസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം ഹ്യൂമറിലൂടെയാണ് അവതരിപ്പിക്കുന്നത്. ദെൻ ഇദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഫസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ള വർക്കാണ് 1960 ദി ഡോട്ടർ ഓഫ് ദി സ്റ്റോറേജ് എന്നുള്ള ആ ഒരു വർക്ക്. ദെൻ നമുക്ക് ഈ ഒരു വർക്കിൻ്റെ ക്യാരക്ടേഴ്സിനെ പരിചയപ്പെടാം. മിസ് റാംസെ, മിസ് ഗ്രാനറ്റ് ആൻഡ് മിസ് ആഷ്ലി, ദെൻ നോറ. ഇത്രയും ആൾക്കാരാണ് ഈ ഒരു വർക്കിൽ ക്യാരക്ടറായിട്ട് വരുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു വർക്കിൻ്റെ ടൈറ്റിലാണ്. സോ ഇതിൻ്റെ ടൈറ്റിലായിട്ടുള്ള സെൽഫ് സാക്രിഫൈസ് എന്ന് ആ ഒരു ടേം വരുന്നത് എന്താണ്? ഇതൊരു ഐറോണിക്കൽ യൂസേജ് ആണ്. സോ ഇതിൻ്റെ ഹെഡിങ് എന്ന് പറയുന്നത് ഒരു കോമിക്കായിട്ട് ഒരു പരിഹാസ രൂപത്തിലാണ് ഓതർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം ഈ ഒരു വർക്കിൻ്റെ പ്ലോട്ട് എന്ന് പറയുന്നത് വളരെയധികം സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടിട്ടുള്ള ഒരു റൈറ്റിംഗ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഹെഡിങ് എന്ന് പറയുന്നത് ഒരു ഹ്യൂമറസ് ആയിട്ടാണ് റൈറ്റർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു കഥയുടെ മെയിനായിട്ടുള്ള ഒരു സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയുന്നത് ഇസബൽ റാംസി എന്നുള്ള ഒരു ലേഡിയാണ്. ഈ ലേഡിയുടെ ബോയ് ഫ്രണ്ടാണ് മിസ്റ്റർ വാൾട്ടർ ആഷ്ലി. സോ ഈ ഒരു ആക്ടിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ഇസബൽ റാംസിയും അതുപോലെ തന്നെ അവളുടെ ഫ്രണ്ടായിട്ടുള്ള മിസ് ഗ്രാനറ്റും കൂടെ വാൾട്ടർ ആഷ്ലിക്ക് ഇവർ രണ്ടുപേരുടെയും കോമൺ ഫ്രണ്ടായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് മിസ് എമിലി ഫ്രേ. അപ്പം ഈ ഒരു റാംസിയും അതുപോലെ തന്നെ ഗ്രാനറ്റും കൂടെ ഉള്ള ഒരു കോൺവെർസേഷനാണ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ. ഈ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഇവർ ഡിസ്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആഷ്ലിയും എമിലി ഫ്രേയും റിലേഷൻഷിപ്പിലാണോ, ഇവർ വിവാഹം കഴിക്കുമോ, തന്നെ ചീറ്റ് ചെയ്യാണോ, അതായത് റാംസിയെ ചീറ്റ് ചെയ്യാണോ എന്നുള്ള രീതിയിലുള്ള കോൺവെർസേഷനൊക്കെയാണ് ഗ്രാനറ്റും റാംസിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആഷ്ലിയുടെ ഫ്രണ്ടാണ് എമിലി ഫ്രേ. സോ അവർ സംസാരിക്കുകയും സമയം സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് റാംസിക്ക് ഉണ്ടാകുന്ന ഒരു വൺ കൈൻഡ് ഓഫ് ഒരു പൊസസീവ്നെസ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ റാംസിക്ക് ആഷ്ലി ഒരു സംശയം തോന്നുകയാണ്. അത് അവളുടെ ഫ്രണ്ടായിട്ടുള്ള മിസ് ഗ്രാനറ്റുമായിട്ട് ഡിസ്കസ് ചെയ്യാണ്. സോ അങ്ങനെ അവർ ഇതിനെക്കുറിച്ചിട്ട് ഒരുപാട് സമയം ആവശ്യമില്ലാതെ ഇതിനെക്കുറിച്ചിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ഫൈനലായിട്ട് റാംസെ ആഷ്ലി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. സോ അങ്ങനെ ആഷ്ലി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് റാംസി സിഗരറ്റ്, കോക്ടെയിൽ അങ്ങനെയുള്ള ലഹരി വസ്തുക്കളൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ബാഡ് വുമൺ ആണ് എന്ന് ആഷ്ലിയെ തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ ശ്രമിക്കുകയാണ്. സോ ആഷ്ലി ഈ ഒരു കാര്യമൊന്നും അറിയുന്നില്ല. സോ ഈ റാംസിൻ്റെ ഈ ഒരു മാറ്റം കണ്ടിട്ട് അവന് വലിയ രീതിയിൽ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. സോ ആ സമയത്താണ് റാംസിയുടെ ഫ്രണ്ടായിട്ടുള്ള ഗ്രാനറ്റ് അവിടേക്ക് വരുന്നത്. ആ സമയത്ത് ആഷ്ലിയായിട്ട് അവൾ സംസാരിച്ചു. ആ സമയത്ത് ഇവൾ എമിലി ആയിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തെക്കുറിച്ചിട്ട് ഗ്രാനറ്റ് ആഷ്ലിയോട് ചോദിക്കുകയാണ്. ആ സമയത്ത് ആഷ്ലി പറയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, കാരണം എമിലിക്ക് ഓൺബ്രോക്സ് എന്നുള്ള ഒരു വ്യക്തിയാണ് ഇഷ്ടമെന്ന് ഗ്രാനറ്റിനോട് ആഷ്ലി പറയാണ്. അങ്ങനെ പിന്നീട് അത് സത്യം മനസ്സിലാക്കുകയും ആഷ്ലിയും റാംസിയും കൂടെ ഒന്നിക്കുകയും ചെയ്യാണ്. സോ ഇത്രയാണ് ഈ ഒരു ആക്റ്റിൽ പറയുന്നത്. സോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ വളരെയധികം എക്സാജറേറ്റ് ചെയ്ത് പറയുന്ന ഒരു
ഒരു ടൈപ്പ് ഓഫ് ആക്ടിങ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത്രയും ഒരു ചെറിയൊരു കാര്യമാണ് ഈ ഒരു പ്ലോട്ടിൽ മൊത്തത്തിൽ പറയുന്നത്. സോ അതുകൊണ്ടാണ് അതിന് ഈ ഒരു ടൈറ്റിലിൻ്റെ നെയിം എന്ന് പറയുന്നത് സെൽഫ് സാക്രിഫൈസ് എന്നാണ്. സോ ഈ ഒരു പ്ലോട്ടും ഈ ഒരു ടൈറ്റിലുമായിട്ട് വളരെയധികം വലിയ രീതിയിലുള്ള മാറ്റങ്ങളുണ്ട്. സോ ഈ ഒരു പ്ലോട്ടും ഈ ഒരു ടൈറ്റിലും തീരെ യോജിക്കുന്നതല്ല. ഈ ഒരു പ്ലോട്ടിന് ആപ്റ്റായിട്ടുള്ളൊരു ടൈറ്റിലേ അല്ല ദി സാക്രിഫൈസ് എന്ന് പറയുന്നത്. സോ ഇതിൽ എന്ത് സാക്രിഫൈസ് ആണ് എന്ന് ഉള്ളത് നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും. യാതൊരു തരത്തിലൊരു സാക്രിഫൈസും നമുക്ക് ഈ ഒരു പ്ലോട്ടിൽ കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ ഇത് ഓദർ ഒരു ഹ്യൂമറസ് ആയിട്ട് ഒരു കോമഡി ആയിട്ട് ഒരു പരിഹാസ രൂപത്തിലാണ് ഈ ഒരു ടൈറ്റിൽ ഈ ഒരു പ്ലോട്ടിന് നൽകിയിട്ടുള്ളത്. സോ ഈ ഒരു സ്റ്റോറിയിൽ ഓദർ പറയാൻ ശ്രമിക്കുന്നത് ബ്രിട്ടീഷ് കൾച്ചർ, അതുപോലെ തന്നെ ഫെമിനിസം, എലൈറ്റ് സൊസൈറ്റി, പിന്നെ സീരിയസ് ചെറിയ ചെറിയ കാര്യങ്ങൾ, മൈനറായിട്ടുള്ള ഇഷ്യൂവിനെ എക്സാജറേറ്റ് ചെയ്തിട്ട് വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ആക്കുന്ന രീതിയിലുള്ള ഇഷ്യൂകളെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ലവ്, അതുപോലെ ട്രയാങ്കിൾ ലവ് സ്റ്റോറീസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു വർക്കിൽ ഓദർ പോർട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു ഏരിയയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് നന്നായിട്ട് റീഡ് ചെയ്യുക. ഞാൻ നിങ്ങൾക്കിത് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഐഡിയ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം സോർട്ട് ചെയ്തിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് മാത്രമാണ് ഞാനിതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ഇങ്ങനെ ജസ്റ്റ് പോയിൻറ്റ്സ് മാത്രം എഴുതിയാൽ പോരാ, നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇലാബറേറ്റ് ചെയ്തിട്ട് എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാമിൽ നല്ല രീതിയിലുള്ള മാർക്ക് ലഭിക്കൂ. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് നന്നായിട്ട് റീഡ് ചെയ്യുക. അതുപോലെ തന്നെ എക്സ്റ്റേണൽ ആയിട്ടുള്ള മെറ്റീരിയൽസൊക്കെ കളക്ട് ചെയ്തിട്ട് അതിൽ നിന്നും പോയിൻറ്റ്സ് ഒക്കെ എടുത്തിട്ട് സോർട്ട് ചെയ്തിട്ട് ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് പഠിക്കാം. ഓക്കെ.